LDF പ്രകടന പത്രിക വ്യാഴാഴ്ച പുറത്തിറക്കും. കോഴിക്കോട് വെച്ച് മുഖ്യമന്ത്രി പ്രകാശനം ചെയ്യും. പത്രികയിൽ വമ്പിച്ച പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. വിവരങ്ങളുമായി അർജുൻ രാജു ചേരുന്നു. അർജുൻ, പത്രിക വ്യാഴാഴ്ച വരുമ്പോൾ എന്തൊക്കെ പ്രതീക്ഷിക്കേണ്ടി വരും? ശ്യാമിലി, വലിയ പ്രഖ്യാപനങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. മുഖ്യമന്ത്രി കോഴിക്കോട് വെച്ച് മറ്റന്നാൾ ഈ പ്രകടന പത്രിക പുറത്തിറക്കും. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് CPM LDFിൻ്റെ പ്രകടന പത്രിക വലിയ ചർച്ചയാകുകയും ഒക്കെ ചെയ്തതാണ്. വമ്പിച്ച പ്രഖ്യാപനങ്ങൾ കൊണ്ടും പിന്നീട് പ്രോഗ്രസ് റിപ്പോർട്ടിലൊക്കെ അത് നിറവേറ്റിയതിൻ്റെ റിപ്പോർട്ടടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സർക്കാർ പിന്നീട് തെരഞ്ഞെടുപ്പുകളൊക്കെ നേരിട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ പ്രകടന പത്രികയിൽ എന്തൊക്കെ വാഗ്ദാനങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രധാനമായും അറിയേണ്ടത്. തോമസ് ഐസക്കാണ് അതിന് നേതൃത്വം വഹിക്കുന്നത്. പ്രത്യേകിച്ച് ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട പദ്ധതികളിൽ വർധനവ് ഉണ്ടാകുമോ എന്നുള്ളത് അറിയണം. നേരത്തെ 2500 ആയിരുന്നു കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തെ വാഗ്ദാനം. പക്ഷേ അവസാന ഘട്ടത്തിലെത്തുമ്പോഴേക്കും 2000 രൂപയിലാണ് ക്ഷേമ പെൻഷൻ എത്തി നിൽക്കുന്നത്. ആ 2500 കൂടുതൽ വർദ്ധിപ്പിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കേണ്ടത്. ഒരുപക്ഷെ 1000 രൂപ കൂടി വർദ്ധിപ്പിച്ച് മൂന്നാം സർക്കാർ വരികയാണെങ്കിൽ 3500 രൂപ ക്ഷേമ പെൻഷൻ ആക്കും എന്നുള്ള പ്രഖ്യാപനം ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ഇതിനോടകം തന്നെ പൂർത്തീകരിച്ചതാണ്. അടുത്തതായി ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഈ LDFിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഒരുപക്ഷെ പ്രകടന പത്രികയിൽ ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കുന്ന പ്രഖ്യാപനങ്ങൾക്ക് സാധ്യതയുണ്ട്. സ്ത്രീകൾക്ക് 1000 രൂപ പെൻഷൻ എന്നുള്ളത് മാനദണ്ഡ പ്രകാരമാണ് നിലവിൽ സർക്കാർ പ്രഖ്യാപിക്കുകയും അത് കൊടുക്കുകയും ചെയ്തിട്ടുള്ളത്. അത് കൂടുതൽ ആളുകളിലേക്ക്, കൂടുതൽ സ്ത്രീകളിലേക്ക് എത്തുന്ന തരത്തിലേക്ക് പ്രഖ്യാപനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ക്ഷേമ പെൻഷന് ക്ഷേമ മേഖലയിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു പ്രകടന വാഗ്ദാനങ്ങൾ തന്നെയായിരിക്കും LDFിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക. നമുക്കറിയാം, കോൺഗ്രസിൻ്റെ 5 ഇന ഗ്യാരണ്ടിയൊക്കെ ഇതിനോടകം തന്നെ ചർച്ചയാകുകയും അത് എങ്ങനെ സ്വാധീനിക്കും ഇലക്ഷൻ എന്നുള്ള ചർച്ചകളൊക്കെ സജീവമാകുന്ന ഘട്ടത്തിൽ കൂടിയാണ് LDFിൻ്റെ പ്രകടന പത്രിക കൂടി വരാൻ പോകുന്നത്. ശരി.